അപ്രതീക്ഷിതമായി എത്തിയ മഴയിൽ കണ്ണീരണിഞ്ഞ് കർഷകർ. കനത്ത മഴയിൽ കാസർഗോഡ് മടിക്കയിൽ 40 ഏക്കറിലധികം പച്ചക്കറി കൃഷി നശിച്ചു. മടിക്കൈ എരിക്കുളം വയലിലെ പച്ചക്കറി കൃഷിയാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ നശിച്ചത്. 3 ആഴ്ച മുമ്പ് വിത്തിട്ട് മുളച്ചു വന്ന ചെടികൾക്ക് വളം ചെയ്ത് മണ്ണിട്ട സമയത്താണ് അപ്രതീക്ഷിതമായി മഴ പെയ്തത്. വെള്ളരി, ചീര, നരമ്പൻ, വെണ്ട, തണ്ണിമത്തൻ, മത്തൻ, പാവക്ക, കോവക്ക തുടങ്ങിയ പച്ചക്കറികളാണ് 36 ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കിയത്. വിഷുവിപണി ലക്ഷ്യമാക്കി ഇറക്കിയ പച്ചക്കറി കൃഷി പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. 75ഓളം കർഷകർ ഞങ്ങൾ ഏകദേശം ഒരു മാസക്കാലങ്ങളായി ഇപ്പോൾ ഈ പച്ചക്കറിക്ക് വേണ്ടി നിലവൊരുക്കൽ മുതൽ എല്ലാ കൃഷിപ്പണി വളരെ കായികാധ്വാനം കൊണ്ട് തന്നെയാണ് ഇവിടത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരുപാട് ചിലവ് ഇവിടത്തേക്ക് തന്നെ ഞങ്ങൾക്ക് ഒരു 10-25 ലക്ഷം രൂപ ചിലവായി. ഇപ്രാവശ്യം ഈ മഴ ഇങ്ങനെ വന്ന് അപ്രതീക്ഷിതമായ മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായും ഇത് നഷ്ടത്തിലേക്കാണ് പോകുന്നത്. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ഏകദേശം 10-32 ഏക്കർ പച്ചക്കറി കൃഷി പൂർണ്ണമായും നഷ്ടത്തിലേക്ക് പോവുകയാണ്. ഇനി നാശനഷ്ടം സംഭവിച്ചതിന് കർഷകർക്ക് ആവശ്യമായ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ട നടപടി കൃഷി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പറയുന്നു. ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. വലിയ കാലവർഷം വലിയ നാശമാണ് മടിക്കൈ ഗ്രാമപഞ്ചായത്തിനാകെ ഉണ്ടാക്കിയിട്ടുള്ളത്. കർഷകരുടെ കണ്ണീരൊപ്പാൻ പറ്റുന്ന നിലപാട് കേരളത്തിൽ ഗവൺമെന്റ് കൈക്കൊള്ളുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 1 മാസം പ്രായമായ പച്ചക്കറി തൈകളാണ് ഇപ്പോൾ ഈ കാലവർഷക്കെടുതിയിൽ നശിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 50 ലക്ഷം രൂപ നമ്മൾ നഷ്ടം കണക്കാക്കിയാണ്. ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും ഇപ്പോൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ഒരു വർഷം ശരാശരി 60 ലക്ഷത്തോളം രൂപയുടെ പച്ചക്കറി കൃഷിയാണ് എരിക്കുളത്ത് മാത്രം കർഷകർ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. വലിയ പ്രതീക്ഷയോടെ ഇറക്കിയ കൃഷിയാണ് കാലം തെറ്റിപ്പെയ്ത മഴ തകർത്തെറിഞ്ഞത്. ലക്ഷങ്ങൾ മുടക്കി കൃഷിയിറക്കിയ 75ഓളം കർഷകർ ദുരിതത്തിലായി. കൈരളി ന്യൂസ്, കാസർഗോഡ്.